പണ്ടൊരിക്കൽ ഒരു ആട്ടിടയന് ഒരു ചെന്നായ്ക്കുട്ടിയെ കാട്ടിൽ നിന്നും കിട്ടി. അയാൾ ആ ചെന്നായ്ക്കുട്ടിയുമായി ഗ്രാമത്തിലേക്ക് പോയി. ആട്ടിടയൻ 2 നായ്ക്കളെ വീട്ടിൽ വളർത്തുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം ചെന്നായ്ക്കുട്ടിയെയും അയാൾ വളർത്തി. കാലം മുന്നോട്ടു പോയി. ചെന്നായ്ക്കുട്ടി വളർന്ന് വലിയ ഒരു ചെന്നായയായി. ആട്ടിടയന് ചെന്നായെ വലിയ വിശ്വാസമായിരുന്നു. ആട്ടിൻ പറ്റത്തിൻ്റെ കാവൽക്കാരനായി നായകളോടൊപ്പം ചെന്നായയും നിയമിതനായി. ആ ഇടയ്ക്ക് കാട്ടിൽ നിന്നും ഒരു ചെന്നായ് ആട്ടിടയൻ്റെ ആടുകളിൽ ഒന്നിനെ എടുത്തുകൊണ്ട് ഓടി. നായ്ക്കളും വളർത്തു ചെന്നായയും അവൻ്റെ പിന്നാലെ ഓടി. കുറേ ദൂരം ഓടിയ നായകൾ പിൻവാങ്ങി. കാട്ടു ചെന്നായയെ പിന്തുടർന്നിട്ട് കാര്യമില്ല എന്ന് അവർക്ക് തോന്നി. എന്നാൽ വളർത്തു ചെന്നായ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ ഓടി കാട്ടു ചെന്നായയുടെ ഒപ്പമെത്തി. എന്നാൽ ആടിനെ രക്ഷിക്കുന്നതിനു പകരം അവൻ കാട്ടു ചെന്നായയോടൊപ്പം ചേർന്ന് ആടിനെ അകത്താക്കി. ആടിൻ്റെ ഇറച്ചിയുടെ രുചി അവന് അന്നാണ് അറിയാനായത്. പിറ്റേ ദിവസം ഇടയന് നഗരത്തിൽ പോകേണ്ട ആവശ്യം വന്നു. അയാൾ ആടുകളെ നായകളെയും ചെന്നായയും ഏൽപ്പിച്ചിട്ട് പോയി. എന്നാൽ ആട്ടിറച്ചിയുടെ സ്വാദറിഞ്ഞ ചെന്നായ അന്ന് നായകളുമായി ഒരു ധാരണയിലെത്തി. ആടിനെ കൊന്നു തിന്നുക തന്നെ, പക്ഷേ അക്കാര്യം യജമാനൻ അറിയരുത്. അന്ന് അവർ ഒരു ആടിനെ കശാപ്പ് ചെയ്ത് പങ്കുവച്ചു. വീട്ടുനായ്ക്കൾക്കും സന്തോഷമായി. പാപം ചെയ്യുകയും വേണ്ട, പാപഫലം അനുഭവിക്കുകയും ചെയ്യാം. തിരിച്ചെത്തിയ ആട്ടിടയൻ ഒന്നും അറിഞ്ഞില്ല. തുടർന്ന് ദിവസവും ഓരോ ആടിനെ കാണാതാകാൻ തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആട്ടിടയൻ ആടുകൾ നഷ്ടപ്പെടുന്ന കാര്യം അറിഞ്ഞു. അയാൾ നിരീക്ഷണം ആരംഭിച്ചു. കുറ്റവാളിയെ കണ്ടുപിടിക്കുവാൻ അയാൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പിന്നെ അയാൾ ഒട്ടും മടിച്ചില്ല. അന്നു തന്നെ ചെന്നായയെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അയാൾ അടിച്ചു കൊന്നു. വളർത്തു നായ്ക്കൾക്ക് അതൊരു പാഠമായിരുന്നു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ്യാത്മവിദ്യയുടെ സുവർണ കിരീടത്തിൽ പ്രശോഭിക്കുന്ന അമൂല്യരത്നമായി വിളങ്ങുന്ന ഒന്നാണ് വാഗ്ദേവതകൾ നമുക്ക് നൽകിയിട്ടുള്ള ലളിതാ സഹസ്രനാമം. അമ്മയെ സാധാരണ രൂപത്തിൽ, അതായത് രൂപത്തോടു കൂടിയുള്ള രീതിയിൽ ആരാധിക്കുന്നതിനും നിരാധാരയായിട്ട്, അതായത് രൂപമോ നാമമോ ഒന്നും തന്നെ ഇല്ലാതെ, ആധാരമൊന്നും ഇല്ലാതെ ഉപനിഷത്തുകളിലും മറ്റും പറയുന്ന പരബ്രഹ്മസ്വരൂപിണിയായിട്ട് ആരാധിക്കുന്നതിനും ഭക്തർക്ക് സാധ്യമാകുന്നതാണ്. രൂപമുള്ള രീതിയിൽ ആരാധിച്ചുകൊണ്ട് നിരാധാരമായ അവസ്ഥയിൽ ആരാധിക്കുന്നതിനുള്ള കഴിവ് നേടിയെടുക്കുകയും അതിനുശേഷം ഉപനിഷത്തുകളിലെ മഹാവാക്യങ്ങളിൽ പറയുന്ന അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നിങ്ങനെയുള്ള അവസ്ഥകളിലേക്ക്, അതായത് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാനും ഈ മഹാനാമമന്ത്രധാര നമ്മെ സഹായിക്കുന്നു. ദശോപനിഷത്തുകളിൽ ഏറ്റവും ചെറിയ ഉപനിഷത്താണ് മാണ്ഡൂക്യം. 12 മന്ത്രങ്ങൾ മാത്രമാണ് ഇതിൽ ഉള്ളത്. എന്നാൽ ചുരുക്കം മന്ത്രങ്ങളെ കൊണ്ട് വിവരിക്കുന്ന വിഷയം ശരിയായി ഗ്രഹിക്കണം എങ്കിൽ അതിൻ്റെ കാരിക കൂടി പഠിച്ചേ മതിയാകൂ. ശ്രീ ഗൗഡപാദ ആചാര്യർ 4 പ്രകരണങ്ങളിലായി 215 കാരികകളെ കൊണ്ട് ഇതിൻ്റെ അർത്ഥം വിവരിക്കുന്ന ഒരു മഹാഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. മാണ്ഡൂക്യ കാരിക എന്നാണ് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത്. ശ്രീ ശങ്കര ഭഗവത്പാദരുടെ ഗുരുനാഥൻ കൂടിയാണ് മാണ്ഡൂക്യ കാരികയുടെ രചയിതാവായ ഗൗഡപാദാചാര്യർ. ദശോപനിഷത്തുക്കൾക്ക് എന്നതുപോലെ ശങ്കരാചാര്യസ്വാമികൾ മാണ്ഡൂക്യ കാരികയ്ക്കും ഭാഷ്യം രചിച്ചിട്ടുണ്ട്. അഥർവവേദ ശാഖയിൽപ്പെട്ടതാണ് മാണ്ഡൂക്യോപനിഷത്ത്. ഇതിൻ്റെ ഉപജ്ഞാതാവ് മണ്ഡൂക ഋഷിയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മണ്ഡൂക ഋഷി രചിച്ചതുകൊണ്ടാണ് മാണ്ഡൂക്യോപനിഷത്ത് എന്ന് ഇതിന് പേര് വന്നത്.
അഥർവവേദത്തിലെ മഹാവാക്യമായ അയമാത്മാ ബ്രഹ്മ എന്ന തത്വോപദേശം ഈ ഉപനിഷത്തിലാണ് വരുന്നത്. ന കിഞ്ചിത് ജായതേ ജീവ സംഭവോസ്യ ന വിദ്യതേ ഏതത്തദുത്തമം സത്യം യത്ര കിഞ്ചിന്ന ജായതേ. മാണ്ഡൂക്യകാരികയുടെ അദ്വൈത പ്രകരണത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ഇത്. ജീവൻ ഒരിക്കലും ജനിക്കുന്നില്ല. കാര്യമോ കാരണമോ അല്ലാത്ത ആത്മാവിൽ നിന്ന് യാതൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നതേയില്ല. ഇതാണ് സനാതനമായ നിരതിശയമായിട്ടുള്ള സത്യം. ജനനമോ മരണമോ ഇല്ലാത്ത ഒന്നാണ് ജീവൻ, അതായത് ആത്മാവ്. കാര്യമോ കാരണമോ ഇല്ലാത്ത ആത്മാവിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതിന് യാതൊരു ഭേദവും അണുപോലും ഉണ്ടാകുന്നില്ല. മനസ്സ് നിലവിലുള്ളപ്പോഴാണ് ഭേദഭാവന ഉണ്ടാകുന്നത്. അത് വേറെ ഇത് വേറെ എന്നുള്ള ഭേദഭാവന ഉണ്ടാകുന്നത്, പ്രപഞ്ചം സത്യമായിട്ടും തോന്നുന്നത്. മനസ്സ് ഇല്ലാതാകുന്നതോടുകൂടി നിർവികാരവും അജവുമായ പരമാർത്ഥമായിട്ടുള്ള സത്യം അനുഭവപ്പെടുന്നു. ഇതാണ് സനാതനവും നിരതിശയവുമായിട്ടുള്ള സത്യമായ ബോധം. അപ്പോഴാണ് അയമാത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു എന്ന ബോധം ഉണ്ടാകുന്നത്, അഥവാ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നത്. മാണ്ഡൂക്യോപനിഷത്തിലെ 2ാമത്തെ മന്ത്രത്തിലാണ് അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യം ഉള്ളത്. വാഗ്ദേവതകൾ നിരാധാര എന്ന നാമം കൊണ്ട് ഈ ആശയത്തെ നമുക്ക് നൽകിയിരിക്കുന്നു. അദ്വൈതം എന്താണെന്നോ ഉപനിഷത്തുകൾ എന്താണെന്നോ ഒന്നും അറിയാത്ത സാധാരണ മനുഷ്യരെ ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സനാതനമായ സത്യത്തിലേക്ക് ഈ നാമമന്ത്രത്തിലൂടെ കൈപിടിച്ച് നടത്തുകയാണ് വാഗ്ദേവതകളായ നമ്മുടെ ഗുരുനാഥകൾ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ആത്മസ്വരൂപത്തിൽ വിളങ്ങുന്ന ലളിതാ പരമേശ്വരീ ദേവിയുടെ യാഥാർത്ഥ്യം ഇപ്രകാരം ഉപനിഷത്ത് പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഓം നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭയദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യമവ്യവഹാര്യമഗ്രാഹ്യമലക്ഷണമചിന്യമവ്യപദേശ്യമേകാത്മപ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. മാണ്ഡൂക്യ ഉപനിഷത്തിലെ 7ാമത്തെ മന്ത്രമാണ് ഇത്. ആരാണ് ഞാൻ എന്നതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ മന്ത്രമെന്ന് പറയാം. ഉള്ളി പ്രജ്ഞയോടു കൂടിയത് അല്ലാത്തവനാണ് ഏത്? ആത്മാവ്. പ്രജ്ഞ എന്ന വാക്കിന് ജ്ഞാനം അഥവാ അറിവ്, ത്രികാലജ്ഞാനം, ബുദ്ധി എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥം. പുറത്ത് പ്രജ്ഞയോട് കൂടിയത് അല്ലാത്തവനാണ് ആത്മാവ്. അകത്തും പുറത്തും പ്രജ്ഞയോട് കൂടിയതല്ലാത്തവനാണ്. ഘനീഭൂതമായ പ്രജ്ഞാനം അല്ലാത്തവനും ഇന്നതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന തരത്തിലുള്ള അറിവ് അല്ലാത്തവനുമാണ് ആത്മാവ്. ഒരുമിച്ച് എല്ലാ വിഷയങ്ങളെയും കാണുന്നവനല്ലാത്തവനും ചേതന ഇല്ലാത്തവൻ അല്ലാത്തവനുമാണ് ആത്മാവ്. കാണുവാനോ വാക്കുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നവനോ അല്ല ഈ ആത്മാവ്. ലക്ഷണങ്ങളൊന്നും തന്നെ ആത്മാവിനില്ല. എങ്ങനെയുള്ളവനാണെന്ന് ആലോചിക്കാനോ പറയാനോ പറ്റാത്തവനും ആത്മബോധം ഒന്നുകൊണ്ടു മാത്രം അറിയുവാൻ സാധ്യമാകുന്നവനും പ്രപഞ്ചത്തിൻ്റെ ഭാവങ്ങളെയെല്ലാം
ഉപശമിപ്പിച്ചവനും വികാരങ്ങളൊന്നുമില്ലാത്തവനും പരിശുദ്ധനും രണ്ടാമതായി വേറെ ഒന്ന് ഇല്ലാത്തവനുമായ ചേതനനാണ് ആത്മാവ്. ആ ആത്മാവിനെയാണ് അറിയേണ്ടത്. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. നിരാധാര എന്ന നാമമന്ത്രത്തിന് യാതൊരു ആധാരവും ഇല്ലാത്ത വഴിയെന്നും നിരാധാര പൂജയുടെ സ്വരൂപമായിട്ടുള്ള വഴി എന്നും അർത്ഥമുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, സമസ്തവുമായ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലെയാണ്. പ്രതിബിംബം യഥാർത്ഥ വസ്തുവല്ല, ബ്രഹ്മം മാത്രം യഥാർത്ഥ വസ്തു, മറ്റെല്ലാം അവസ്തു. അതായത് ലളിതാ പരമേശ്വരി ദേവി എന്ന പരബ്രഹ്മസ്വരൂപിണിയാണ് യഥാർത്ഥമായിട്ടുള്ള വസ്തു. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും പ്രപഞ്ചത്തിനു തന്നെയും ആധാരമായിരിക്കുന്ന അമ്മയ്ക്ക് ഒരാധാരവുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പരബ്രഹ്മസ്വരൂപിണിയായ അമ്മ സ്വന്തം മഹിമ കൊണ്ടാണ് നിലകൊള്ളുന്നത്. മൂലാധാരത്തിൽ കഴിയുന്ന കുണ്ഡലിനി രൂപിണിയായിട്ടുള്ള അമ്മ അതിൽ നിന്നും ഉയർന്ന് ആധാരങ്ങളെ ഭേദിച്ചുകൊണ്ട് സഹസ്രാരപത്മത്തെ പ്രാപിക്കുന്നു. അപ്രകാരം കുണ്ഡലിനി ശക്തി ആധാരങ്ങളെയും ഭേദിച്ചുകൊണ്ട് സഹസ്രാരപത്മത്തിൽ എത്തിച്ചേരുമ്പോൾ നിരാധാര എന്ന് പറയുന്നു. അങ്ങനെയും ഒരു അർത്ഥം ഈ നാമത്തിന് ഉണ്ട്. അമ്മയെ രണ്ട് രീതിയിൽ പൂജിക്കാം. സൂതസംഹിതയിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. പൂജായാഭ്യന്തരാസാവി ദ്വിവിധാ പരികീർത്തിത സാധാരാജ നിരാധാരാ നിരാധാരാ മഹത്തരാ സാധാരായാതു സാധാരേ നിരാധാരാതു സംവിധി ആധാരേ വർണ്ണസംക്ലപ്ത വിഗ്രഹേ പരമേശ്വരീ ആരാധയേത് അതിപ്രീത്യാ ഗുരുണോത്തേന വർമ്മന യാ പൂജാ സംവിധി പ്രോക്ത സാധു തസ്യാം മനോനയ സംവിദേവ പരാശക്തിർനേതരാ പരമാർത്ഥത അത സംസാരനാശായ സാക്ഷിണീം ആത്മരൂപിണീം ആധാരയേത് പരാശക്തിം പ്രപഞ്ചോല്ലാസവർജിതാം സ്വാനുഭൂത്യാ സ്വയം സാക്ഷാത് സ്വാത്മഭൂതാം മഹേശ്വരീം പൂജയേത് ആദരേണൈവ പൂജാസാ പുരുഷാർത്ഥത. സൂതസംഹിതയിൽ അമ്മയുടെ ആരാധനാരീതികൾ രണ്ടു തരത്തിലുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാഹ്യവും ആന്തരവും. ബാഹ്യപൂജ രണ്ടു തരത്തിലുണ്ട്. അവയുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. അതുപോലെയാണ് ആന്തരപൂജയും. രണ്ട് വിധമുണ്ട്, സാധാരം എന്നും നിരാധാരം എന്നും. ഇവയിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിരാധാര പൂജയാണ്. അതായത് ഒരു രൂപമോ സങ്കല്പമോ ഒന്നും തന്നെ ഇല്ലാതെ ജ്ഞാനം കൊണ്ട് മാത്രമുള്ള നിരാധാര പൂജ. സാധാരണ പൂജയ്ക്ക് ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ബീജാക്ഷരങ്ങൾ കൊണ്ടുള്ള പൂജ ചക്രത്തിൽ ചെയ്യുന്നു. നിരാധാരത്തിൽ മനസ്സിൻ്റെ ലയം ഉണ്ടാകുന്നു. വിശുദ്ധമാണ് അമ്മ. സംസാര ബന്ധത്തിൽ നിന്നും മുക്തനാകുവാൻ വേണ്ടി സംസാരത്തിന് അതീതയായിട്ടുള്ള പരമാത്മാവായ സാക്ഷിയായ പരാശക്തിയെ തന്നെ നിരാധാരയായി ആരാധിക്കുന്നു. സ്വന്തം ആത്മാവ് മഹേശ്വരി തന്നെയാണ് എന്നുള്ള അനുഭവം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ഭക്തിശ്രദ്ധയോടുകൂടിയൊക്കെയുള്ള ആ ധ്യാനം മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നു. ഓം നിരാധാരായൈ നമഃ. ഓം ഓം ഹ്രീം നിരാധാരായൈ നമഃ. മനസ്സിന് എപ്പോഴും ഉണർവും ഉന്മേഷവും നൽകുന്ന ഒരു മഹാമന്ത്രമാണ് ഇത്. എത്ര വലിയ ദുഃഖത്തെയും
സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ അമൃതധാര കൊണ്ട് കഴുകുന്ന ഒരു മഹാമന്ത്രമാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാ കഷ്ടതകളും ദുരിതങ്ങളും മാറ്റുന്ന ലളിതാ സഹസ്രനാമത്തിലെ മറ്റു മന്ത്രങ്ങളെപ്പോലെ മഹത്വമുള്ള ഒന്നാണ് ഇതും. സദാസമയവും ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും എല്ലാം ഈ മന്ത്രം മനസ്സിനുള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുകയില്ല. പരബ്രഹ്മസ്വരൂപിണിയായ ആ മാതൃപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.